നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഓരോ നേഴ്സും അമീനയുടെ വഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അമീനയുടെ ജീവിത സാഹചര്യം എന്തായിരുന്നു? ഏറ്റവും പാവപ്പെട്ട വീട്ടിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി, ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗമായി അവൾ 2.5 വർഷം ഈ സ്ഥാപനത്തിൽ പണിയെടുത്തു. കിട്ടിയ ശമ്പളമോ 6000 രൂപ. അതിൽ നിന്ന് താമസം, ഭക്ഷണം എന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു പിടിക്കും 3000 രൂപ. 3000 രൂപയ്ക്കാണ് ഈ നാട്ടിൽ അമീന പണിയെടുത്തിരുന്നത്, അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ ഭൂരിപക്ഷം ആളുകളും പണിയെടുക്കുന്നത്. സുഹൃത്തുക്കളെ, എത്രയാണ് 2018 സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം? 20,000 രൂപ ചുരുങ്ങിയത് കൊടുക്കണമെന്ന് നിയമമുള്ള ഈ നാട്ടിൽ അവർ കൊടുത്തത് വെറും 6000 രൂപ. എന്നിട്ട് അതിന്റെ പേരിൽ പല കട്ടിങ്ങുകൾ. അങ്ങനെ ആ കുട്ടിക്കൊരു നല്ല ശോഭനമായ ഭാര്യ എന്ന് വിദേശത്തേക്ക് ഒരു ജോലി കിട്ടി എന്നായപ്പോ അവൾ അത്രയും കാലം പണിയെടുത്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ചെന്നപ്പോ ഒരു പരനാറി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മാനേജർ അവളുടെ ജീവൻ കവരുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ പറയുന്നു, താങ്കളെ കേരളത്തിൽ പോലീസ് വെറുതെ വിട്ടാൽ കേരളത്തിലെ നഴ്സുമാർ താങ്കളെ വെറുതെ വിടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ വളരെ സമാധാനത്തോടെ സമരം ചെയ്യുന്നവരാണ്, സമാധാനത്തിന്റെ ഭാഷ കൈവിടാത്തവരാണ്. പക്ഷേ എല്ലാ കാലത്തും ഞങ്ങൾക്ക് നീതി നിഷേധം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഇവിടെ വിപ്ലവകാരികൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇവിടെ അക്രമങ്ങൾ ഉണ്ടാകുന്നത്? നീതി നടപ്പിലാകുന്ന ഇല്ല എന്ന് ഉറപ്പുവരുന്ന സമയത്താണ് ആളുകൾ ആയുധം കയ്യിലെടുക്കുന്നത്.